സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ജനമനസ് എങ്ങനെയാണെന്ന് അറിയാനുള്ള സിറാജ് ലൈവിൻ്റെ യാത്ര ജനാധിപത്യം ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ്. കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഈ മണ്ഡലത്തിലെ ജനങ്ങൾ 26-ന് നടക്കുന്ന വോട്ടെടുപ്പിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയുകയാണ് ഞങ്ങൾ. നമുക്കറിയാം, ഇവിടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് 3 തവണ ഈ മണ്ഡലത്തെ തുടർച്ചയായി പ്രതിനിധീകരിച്ച വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ശശി തരൂർ, മറുഭാഗത്ത് നേരത്തെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച CPIയുടെ പ്രതിനിധി, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പന്ന്യൻ രവീന്ദ്രൻ, മൂന്നാമതായി BJP രംഗത്തിറക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ എല്ലാ വീര്യവും ഈ മണ്ഡലത്തിൽ കാണാനുണ്ട്. ശക്തമായ മത്സരം ഈ മണ്ഡലത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരം ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി ജയിപ്പിച്ച അനുഭവമായിരുന്നു. 2009 വന്നപ്പോൾ ഡോക്ടർ ശശി തരൂർ അംഗം വെട്ടാൻ തുടങ്ങിയതോടുകൂടി പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ശശി തരൂർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പോവുകയാണ്. എന്തായാലും പല വിഷയങ്ങൾ ഈ മണ്ഡലം ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയേണ്ടത് ജനങ്ങൾ എന്ത് പറയുന്നു എന്നാണ്. നമുക്ക് നോക്കാം ഈ മണ്ഡലത്തിൻ്റെ അഭിപ്രായം എന്താണ്. ഈ മണ്ഡലത്തിൽ ആരായിരിക്കും ഇത്തവണ ലോക്സഭയിലേക്ക് പോവുക? ജനാധിപത്യം ജനമനസ്സുകളിലേക്ക് പോകുന്നു. നരേന്ദ്രമോദിയുടെ പ്രഭാവമൊന്നും ഇല്ലപ്പാ, ഇതൊക്കെ ഒരു തോന്നലാണ്. ഈ പറഞ്ഞതുപോലെ ഏത് പാർട്ടി വന്നാലും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം. BJP ജയിക്കില്ല, അത് ഉറപ്പാണ്. കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. കിട്ടട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ. ഞാൻ വോട്ട് ചെയ്യാൻ പോകാറില്ല. വിട്ടു നിൽക്കാനുള്ള കാര്യം, ട്രിവാൻഡ്രത്തിൻ്റെ ബേസ് അറിയുന്ന, പൾസ് അറിയുന്ന ഒരു മിനിസ്റ്റർ ഇതുവരെ വന്നിട്ടില്ല. മത്സരം മുൻകാലങ്ങളെ അപേക്ഷിച്ചൊരു ത്രികോണ മത്സരം ആണെന്ന് നമുക്ക് പറയാം. ആ ഒരു പ്രതീതി വന്നിട്ടുണ്ടോ പ്രചാരണത്തിലൊക്കെ? പ്രചാരണത്തിൽ ഒരു പ്രതീതിയുണ്ട്. പക്ഷേ മുൻതൂക്കം UDF-നാണ്. ശശി തരൂർ തന്നെ 4ാം തവണയും പോകും, വരും, ജയിക്കും. അതിനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്, 100%. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചില ഏരിയകളിൽ, അതായത് ഒരു കോമ്പറ്റീഷൻ, പിന്നീട് UDF-ഉം അതായത് ശശി തരൂരും നമ്മുടെ BJP സ്ഥാനാർത്ഥിയും ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ സിറ്റി ഏരിയയിലുണ്ടായിരുന്നു. സിറ്റി വിട്ടിട്ട് നമ്മുടെ പിന്നീട് മറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വന്നത് ശശി തരൂരാണ്. അപ്പം അതിനകത്ത് കുറേ ഇതൊരു സൈക്കോളജിക്കലായിട്ടും റിയലായിട്ടുള്ള സാധനമാണ്. മനസ്സിലായല്ലേ? ഗ്രാമീണ വോട്ടുകൾ ശശി തരൂരിന് കൂടുതൽ കിട്ടുന്നു. പക്ഷേ ഇവിടെ നഗര വോട്ടുകളല്ലേ കൂടുതൽ? എവിടെയാണ്? തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നഗര വോട്ടുകളല്ലേ കൂടുതൽ? നഗര വോട്ടുകൾ കൂടുതലാണെങ്കിൽ പോലും ശശി തരൂർ പ്രത്യേക ഒരു ഫിഗറാണ് സാർ. മനസ്സിലായല്ലേ? ഇപ്പം നിങ്ങൾ ചോദിക്കും, ഇപ്പം എന്തുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികളുടെ കമ്പാരിസൺ എന്താണ് അല്ലേ? അതെ, തീർച്ചയായും. അപ്പം ശശി തരൂർ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പിന്നീട് ഈ മണ്ഡലമായിട്ട് നല്ല അടിത്തറ ഉണ്ടാക്കിയതാണ്. 3 പേഴ്സണാലിറ്റി ഉണ്ട്, അയാളുടെ ക്വാളിറ്റി ഉണ്ട്. 3 രാഷ്ട്രീയപരമായ ചില സാഹചര്യങ്ങൾ. കേരളം സംബന്ധിച്ച് രാഷ്ട്രീയപരമായ ഈ പാർലമെന്റ് ഇലക്ഷനിലും UDF-നാണ് മുൻതൂക്കം. കാര്യം എന്തുകൊണ്ട് BJP-ക്ക് ഇവിടെ വേര് ഉണ്ടാക്കാൻ പറ്റൂല. കേരളത്തിൽ ഒരു സീറ്റ് കിട്ടൂല. അതൊരു അത് നോർത്ത് ഇന്ത്യയുടെ ഒരു പ്രത്യേക സംഭവമായിരിക്കും. മനസ്സിലായല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പിന്നീട് BJP 2ാം സ്ഥാനത്ത് വന്നെങ്കിൽ ഇപ്പോൾ 3ാം സ്ഥാനത്തേ പോകുള്ളൂ. ഇപ്പോൾ LDF കുറെ കൂടെ പ്രോഗ്രസ് ഉണ്ടാവും. പന്ന്യൻ രവീന്ദ്രൻ നേരത്തെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. ആരാണ്? പന്ന്യൻ രവീന്ദ്രൻ നേരത്തെ ഈ മണ്ഡലത്തെ അതുണ്ടായിരുന്നു. ജനങ്ങളുടെ ബന്ധമുണ്ട്, കുറച്ചുകൂടെ ലളിതമായ സ്വഭാവമുണ്ട്, അവരുടെ പാർട്ടിയുടെ മെഷീനറി ഉണ്ട്. അത് അവർ ചിട്ടയായിട്ട് അവർ ചെയ്യുന്നു. ഈ 2 നേതാക്കൾക്കിടയിൽ വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് അത് ചന്ദ്രശേഖറിന് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവോ? എന്നെ ഒരിക്കലും ഉണ്ടാവില്ല. ചന്ദ്രശേഖർ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ അറിയില്ലല്ലോ, പുതിയൊരു മനുഷ്യൻ. അപ്പൊ അയാള് കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രി എന്ന രീതിയിൽ അർത്ഥത്തൊന്നുമില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്പർ 1 കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം കൂടുകയും ചെയ്യുന്നതാണ്. ഭൂരിപക്ഷം കൂടും.
LDF രണ്ടാം സ്ഥാനത്തേക്ക് വരും. പിന്നീട് ഏതാണ് BJP ഇവിടെ അപ്രസക്തമാകുന്നുള്ളതാണ്. ആണ്. കേരളത്തിലേ ഇല്ല. കേരളത്തിൽ ഒരു MLA ഉണ്ടായിരുന്നതിൽ പോയില്ലേ? ഇനി എന്ത് ഇവിടെ പാർലമെന്റ് എന്തിട്ട് കാണിക്കുന്നത്? നരേന്ദ്രമോദിയുടെ പ്രഭാവമൊന്നും ഇല്ലപ്പാ. ഇതൊക്കെ ഒരു തോന്നലാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ പറയുന്നതാണ്. രാജ്യത്തിനൊരു ചട്ടക്കൂടുണ്ട്. അത് ഭരിക്കുന്നവർ ഏതാണ് അവർക്ക് സൂഹിക്കാനുള്ള സാധനമൊന്നുമില്ല. പ്രത്യയശാസ്ത്രമാണ് സാധനം. മനസ്സിലായില്ലേ? ഗാന്ധി സമരം ഇവിടെ നടക്കാണ്ട്, അല്ലാതെ ഈ ആഡംബര ജീവിതവും ഇതൊക്കെ ഈ കോടികളുടെ ദൂരത്തൊക്കെ മതികളുടെ കാലം കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഇത്തവണ നല്ല ശക്തമായ പോരാട്ടം നടക്കുകയാണ്. ആരായിരിക്കും? ചന്ദ്രശേഖർ. ഉറപ്പാണോ? എന്താണ് ചന്ദ്രശേഖരനുള്ള ഒരു എഡിജ്? അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ആളാണ്. അപ്പൊ ശശി തരൂരും ഏകദേശം ആ ഒരു അതിനേക്കാളും മികച്ചതാണ് എന്നാണ് എൻ്റെ ഉദ്ദേശം. ഏതൊക്കെ മേഖലയിലായിരിക്കും ശശി തരൂർ ചന്ദ്രശേഖരന്റെ കൂടുതൽ? IT മേഖലയിൽ. IT മേഖലയിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നു. എന്താ ഇത്തവണ ആരായിരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ? തിരുവനന്തപുരത്ത് പന്നിനാണ് സാധ്യത കൂടുതലും. കാരണം പന്നി ഇവിടെ മുമ്പ് നിന്നപ്പോൾ നമ്മുടെ എയിംസിന് വേണ്ടി ഈ ശ്രീമതി ടീച്ചർ കോഴിക്കോട്ട് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അപ്പോൾ പന്നി അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. പന്നി അവിടെ ചെറുത്ത് വെച്ചിട്ട് ഇവിടെ വന്ന് പിന്നെ BS ആണ് മുഖ്യമന്ത്രി. BSനെ കണ്ട് ഇതിന് BSനെ ഇടപെടിച്ച് കേരളത്തിലെ എല്ലാ മന്ത്രിമാരെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെ ഇടപെടിച്ച്. പക്ഷേ 200 രൂപ അന്ന് ഈ എയിംസിന് വേണ്ടി, എയിംസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുശേഷം 15 വർഷം ശശി തരൂർ വന്നിട്ടും എയിംസ് പൂർത്തീകരിക്കാൻ പറ്റില്ല. അന്ന് പന്ന്യം വന്നാൽ അത് പൂർത്തീകരിക്കും എന്നുള്ളതാണ്. ആ എയിംസിന് പിന്നെ 200 കോടി അനുവദിപ്പിച്ച് അത് പന്ന്യന്റെ ഒരു ഒറ്റ കഴിവാണ്. അഴിമതിയില്ലാത്ത ഒരു നേതാവാണ്, സത്യസന്ധനായ നേതാവാണ്. എനിക്ക് നേരിട്ട് ലളിത ജീവിതം നയിക്കുന്ന ആളാണ്. നിങ്ങൾ വിളിച്ചാലും വന്ന് ഒരു ചായ വാങ്ങി കുടിക്കും. റോഡേ പോണ ഒരു പാവപ്പെട്ടവൻ വിളിച്ചാലും കൂടെ നിന്ന് ചായയും കുടിച്ചിട്ട് പോകും. അതാണ് പന്ന്യന്റെ പ്രത്യേക രീതി. ഇനി പന്ന്യന്റെ നാട് കണ്ണൂരാണെങ്കിൽ, ഇവർ 3 പേര് ഇവിടുത്തുകാരല്ല എങ്കിലും നാട് കണ്ണൂരാണെങ്കിലും തിരുവനന്തപുരത്തോട് സ്നേഹമുണ്ട്. തിരുവനന്തപുരത്ത് അല്ല, ഇവിടെ തന്നെ താമസം. പാർട്ടി ഓഫീസിൽ MS സ്മാരകത്തിലാണ് പന്ന്യൻ താമസിക്കുന്നത്. ഈ 4-5 മണി കഴിഞ്ഞാൽ നമ്മളെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ താഴെ ഒരു പത്രക്കച്ചവടം ചെയ്യണല്ലേ, അവിടെ പുള്ളി എപ്പോഴും ഉണ്ട്. ആർക്ക് വേണം എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇതാണ് സ്ഥിതി. തിരുവനന്തപുരത്ത് ശശി തരൂർ 4ാം തവണയും പോകുന്നതാണ്. അതെ. അതെന്താ അപ്പം ഇവിടെ മത്സരം ശരിക്കും ആര് തമ്മിലാ? മത്സരം ശശി തരൂരും 3 പേരും ഒന്നിക്കൊന്നൊക്കെ തന്നെ. എന്നാലും ശശി തരൂരാണ് മുൻതൂക്കം. പന്ന്യൻ രവീന്ദ്രൻ വോട്ടുകൾ പിടിക്കുമോ? 2ാം സ്ഥാനത്തേക്ക് വരുമോ? മിക്കവാറും 2ാം ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട്. BJP 3ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ്. അങ്ങനെയാണ് സാധ്യത. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നത്? ഇപ്പോഴും വളരെ മോശമാണ്. ഈ സ്മാർട്ട് വാച്ചുകളൊക്കെ വന്ന കാലത്ത് ഈ വാച്ചുകളൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ടോ? നമ്മൾ പതിവായിട്ടുള്ള പിള്ളേരാണോ കൂടുതൽ വാങ്ങുന്നത്? എല്ലാ ആൾക്കാരും ചെറുപ്പക്കാരെ എല്ലാവരും കാര്യം നമ്മളിവിടെ 10-45 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് 45 വർഷമായിട്ട് ഈ ഒരു കടയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ തോട് കഴിഞ്ഞു പോകുന്നു. ദൈവത്തിന്റെ കാരണമുണ്ട്. എങ്ങനെ ഇലക്ഷൻ ഒക്കെ എവിടെ എത്തി? ഇലക്ഷൻ ഇപ്പോഴങ്ങനെ ഇപ്പൊ ലാസ്റ്റ് പ്രചരണത്തിലാണല്ലോ. ഇവിടെ 2 പ്രാവശ്യം ശശി തരൂർ ജയിച്ച് ജയിക്കാനാണ് 3 പ്രാവശ്യം തരൂർ ജയിച്ചു. 4ാം തവണത്തെ ജയിക്കാനാണ് സാധ്യത. പിന്നെ പറയാക്കൂല ജനങ്ങളെ മനസ്സാണ് ഒരു എന്താണ് എന്നുള്ള പറയാക്കൂല. ഇപ്പൊ 3 സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം മെച്ചമായിട്ട് നിൽക്കുകയാണ്. ആര് ജയിക്കും ആരും ജയിക്കില്ല എന്നുള്ള നമുക്ക് ഇലക്ഷൻ. അതായത് ഒരു ശക്തമായ മത്സരമുണ്ട്, പ്രവചനാതീതമായ മണ്ഡലം എന്ന് പറയാൻ പറ്റും. അതെ. കാര്യം ഇപ്പം അവർക്കും 2 മണ്ഡലം അവർ കേരളത്തിൽ പ്രതീക്ഷിക്കണം. ഒന്ന് തൃശ്ശൂര്, ഒന്ന് ഇവിടെ. ഇവർക്കും അത് വാശിയായിട്ടിരിക്കുകയാണ്. അപ്പം നല്ല ഒരു പോരാട്ടം തന്നെ ഇവിടെ തിരുവനന്തപുരത്തിലുണ്ടാവും തീർച്ചയായും. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം തിരുവനന്തപുരത്തെ മത്സരം? തിരുവനന്തപുരം മത്സരം നല്ലൊരു മത്സരമാണ്. 3 പാർട്ടികളും ഒരേപോലെ തന്നെ നിൽക്കുന്നു. കൂടുതൽ മുൻതൂക്കം BJPക്കാണ്, രാജീവ് ചന്ദ്രശേഖരൻ. അങ്ങനെയാണ് പ്രതീക്ഷ. രാജീവ് ചന്ദ്രശേഖരനൊരു കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഉള്ള ഒരു അധിക നേട്ടം എന്താണ് ഇത്തവണ? അല്ല, അധിക നേട്ടം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ച് വിട്ടാൽ തീർച്ചയായിട്ടും നമ്മളെ ഇവിടുത്തെ IT ഫീൽഡ് ഡെവലപ്പായിട്ട് കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഒരു പുതിയ മുഖം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കേരളത്തിൽ
തിരുവനന്തപുരത്ത് BJP അക്കൗണ്ട് തുറക്കുന്നതാണ്. തുറക്കും, കണിശമായിട്ടും തുറക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ്, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു കുറച്ചുകൂടെ മുൻതൂക്കം ഇദ്ദേഹത്തിനാണ്. എങ്ങനെ തിരുവനന്തപുരത്ത് തവണ ആര് ജയിക്കും? ഞാൻ വോട്ട് ചെയ്യാൻ പോകാറില്ല. കാര്യം ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചത്. ഇവിടെ എന്ത് വികസനം വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഫാദർ എനിക്ക് ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ഒരു ട്രിവാൻഡ്രം ഉണ്ട്. അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിന് പ്രതിഷേധമാണോ വോട്ട് ചെയ്യാതിരിക്കുന്നത്? അതെ അതെ അതെ. അതുമല്ല, ഇവിടെ കോൺഗ്രസ്സുകാർ നാളത്തെ BJPക്കാരാണ്. കമ്മ്യൂണിസ്റ്റുകാർ എഡ്യൂക്കേഷൻ കൊണ്ട് മുൻപന്തിയിലാണെന്ന് പറയുമെങ്കിലും കമ്പ്യൂട്ടർ വൽക്കരണം വന്നു കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് അവരെതിരായിരുന്നു. അതൊക്കെ പഴയ കഥ. പക്ഷേ ഇന്നും അവരുടെ ഡെവലപ്പേഷന് മാറ്റമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കേന്ദ്രത്തിൽ മോഡി ഒരു ത്രാസിൽ തൂങ്ങും, നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ മറ്റൊരു ത്രാസിൽ തൂങ്ങും. ഇതാണ് എനിക്ക് പറയാം. രാഷ്ട്രീയത്തോട് പൊതുവിൽ വിമുഖതയാണോ? കാരണം ട്രിവാൻഡ്രത്തുകാർ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കാൽക്കുലേഷൻ. അങ്ങനെ വലിയൊരു വിഭാഗം ഉണ്ടോ? ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടോ? വിട്ടു നിൽക്കാനുള്ള കാര്യം, ട്രിവാൻഡ്രത്തിന്റെ ബേസ് അറിയുന്ന, പൾസ് അറിയുന്ന ഒരു മിനിസ്റ്റർ ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും കൊച്ചിയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഓൾമോസ്റ്റ് മിനിസ്റ്റേഴ്സൊക്കെ ഔട്ട് ഓഫ് ട്രിവാൻഡ്രമാണ്. അപ്പം തലസ്ഥാനമാണെന്ന് അവർക്ക് പറയാൻ, ഭരിക്കാൻ അവർക്ക് വേണം. പൊതുവെ അവരുടെ നാടിനോടാണ് കൂറ്. കുറെ ബ്രിഡ്ജൊക്കെ ചെയ്തു, അതൊന്നും വേണ്ട രീതിയിൽ യൂസ്ഫുൾ ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തൊരു നോട്ടൊക്കെങ്കിലും വോട്ട് ചെയ്യണ്ടേ? ആ ഒരു ടൈം വേസ്റ്റ് അല്ലേ? കാരണം ഇന്നത്തെ പുതുതലമുറയ്ക്ക് ജോലിയില്ല. ഞങ്ങൾ ഇതിനെതിരാണ്. ഈ 3 സ്ഥാനാർത്ഥികളിലും പ്രതീക്ഷയില്ല എന്ന്. അതും ജനാധിപത്യമാണല്ലോ. ആ ജനാധിപത്യമാണെങ്കിലും ഇന്ന് ജനാധിപത്യം പേരിൽ മാത്രമേ ഉള്ളൂ. എന്ത് മാറ്റമാണ് ഇപ്പം യുവതലമുറ, നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ ഗ്രാജുവേഷൻ എടുത്ത് പേപ്പേഴ്സ് കൂട്ടാതെ ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടുപിടിക്കുന്ന ഒരു മേഖലയിലോട്ട് ഇറങ്ങണം. അതിന് ഏറ്റവും പറ്റുന്ന, എൻ്റെ അഭിപ്രായത്തിൽ, പുതുതലമുറ അമേരിക്കയിൽ പോയി, ഫ്രാൻസിൽ പോയി, അതൊക്കെ മതിയാക്കിയിട്ട് ഇവിടെ അഗ്രികൾച്ചർ ചെയ്യണം. അതിലോട്ട് ഇറങ്ങി കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ സ്വന്തമായിട്ടൊരു സ്വയം പര്യാപ്തത കിട്ടും. അപ്പം അന്യനാട്ടിലോട്ട് പോകണ്ട, അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കാൻ പറ്റും. ഒരു രാഷ്ട്രീയ പാർട്ടിയും താങ്ങണ്ട. പ്രമുഖരെ വീഴ്ത്തിയും വാഴ്ത്തിയും പാരമ്പര്യമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നഗര വോട്ടുകളാകും ഗതി നിർണ്ണയിക്കുക എന്നതാണ്. 72% വോട്ടുകളും നഗര വോട്ടുകളാണ്. 27% മാത്രമാണ് ഗ്രാമീണ വോട്ടുകളുള്ളത്. അതുകൊണ്ട് തന്നെ നഗരത്തിലുള്ള ആളുകൾ, അവർ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് താമസമാക്കിയവരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന് സ്ഥിരമായിട്ട് ഒരു രാഷ്ട്രീയ ചിന്തയുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് പറയാൻ കഴിയില്ല. എന്തായാലും തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. കാരണം നല്ല ബലാബലമുള്ള മത്സരമാണ് നടക്കുന്നത്. UDFനാണ് ഒരു എഡ്ജ് നൽകുന്നതെങ്കിൽ പോലും ശക്തമായ പ്രതിയോഗികളായി LDFും BJPയും ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് ഇലക്ഷൻ ചൂടൊക്കെ സജീവമായോ? എങ്ങനെ വോട്ട് ചെയ്യാനായല്ലോ? എന്തായിരിക്കും ഇവിടുത്തെ ഒരു ചിത്രം? ആരായിരിക്കും മുന്നിൽ? പഴയ ആളി തന്നെ, ശശി തരൂർ തന്നെ. മാറ്റമൊന്നുമില്ല. ആ ഒരു ചിത്രം മാറില്ല എന്നാണ്. ശശി തരൂരിന് ഒരു 4 മുഴം കിട്ടും. വേറെ പിന്നെ ആരും. തിരുവനന്തപുരത്ത് മത്സരം ഇത്തവണ ആരൊക്കെ തമ്മിലാണ്? അതെന്നെ പറഞ്ഞേ, ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ ചിത്രത്തിലില്ലേ? പന്ന്യൻ രവീന്ദ്രൻ ചിത്രത്തിൽ വോട്ട് കിട്ടൂല. എന്തുകൊണ്ടാണ്? പന്ന്യൻ രവീന്ദ്രൻ നേരത്തെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആളാണ്. അതാ PKVയുടെ കാലത്ത് 8 മാസക്കാലം ഈ പന്ന്യൻ രവീന്ദ്രൻ ഈ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചു. ഇവിടെ ഒന്നും ചെയ്തില്ല. ശശി തരൂർ 3 പ്രാവശ്യം ഇവിടെ മത്സരിച്ച് ജയിച്ചു. കുറച്ച് ഹൈമാസ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ 10 പേർക്ക് ജോലി വരുന്ന ഒരു സംവിധാനം ഇവിടെ ചെയ്തിട്ടില്ല. ചന്ദ്രശേഖർ ജയിച്ചാൽ ആർക്കെങ്കിലും ITI മേഖലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ചില സ്കീമുകൾ കൊണ്ടുവരും. അത് ഇന്നത്തെ യുവാക്കൾക്കല്ലേ അത് പ്രാധാന്യം. അവർക്ക് തൊഴിൽ കിട്ടും. അല്ലാതെ നമ്മളെ ഈ ഒരു കാര്യവും ചെയ്യാത്ത ശശി തരൂരിന് വോട്ട് ചെയ്തിട്ട് കാര്യം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിയുകയാണ് നമ്മൾ ഇപ്പോഴുള്ളത് തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലാണ്. ഇവിടെ നമുക്കൊപ്പം ഏതാനും പേർ രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കെടുക്കാൻ ചേരുകയാണ്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇത്തവണ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ വരിക? ആരായിരിക്കും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുവെ തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പന്ന്യൻ രവീന്ദ്രൻ വലിയ തോതിൽ വിജയിച്ചു വരുന്നതായിട്ടാണ് പൊതുവെ മനസ്സിലാക്കാൻ വേണ്ടി
വേണ്ടി കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു ഓളമാണ് തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് പ്രത്യേക കാരണം കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്കായിരുന്നു LDF ഉണ്ടായിരുന്നത്. തവണ അത് വരാൻ കഴിയോ? അന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ആ തരത്തിലൊന്നതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നത്തെ ഒരു പ്രത്യേക മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ, ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മാറി ഇന്ന് വ്യത്യസ്തമായ വേറൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ഭരണഘടന സംബന്ധമായ വിഷയങ്ങൾ, ജനങ്ങൾക്കുള്ള അമിതമായ താല്പര്യം, ഈ രാജ്യത്ത് സമാധാനവും സന്തോഷമായിട്ട് ജീവിച്ചിരിക്കാൻ വേണ്ടി തിരുവനന്തപുരം പോലുള്ള വിദ്യാസമ്പന്നരായ എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ള ഓരോരുത്തരും അത്തരത്തിലുള്ള ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നതായിട്ടാണ് സമീപകാല അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മത, ജാതി, വ്യവസ്ഥിതി എല്ലാവരും അത്തരം കാര്യങ്ങളിൽ നിന്ന് വളരെ ഈ രാജ്യത്തിൻ്റെ സമാധാനം, സന്തോഷം, നമ്മൾ കേരളീയർ അനുഭവിച്ചു വരുന്ന ആ സ്നേഹ സൗഹൃദമായ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി വലിയ തോതിൽ അതിന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലാതെ മറ്റൊരു പാർട്ടി എടുത്ത് നിർത്താനോ അവതരിപ്പിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണെന്ന് നാട്ടിലുള്ള സമസ്ത വിഭാഗം ജനങ്ങൾക്കും ബോധ്യമുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇന്ന് 20 ലോക്സഭാ മണ്ഡലത്തിലും വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് എൻ്റെ ഈ രാഷ്ട്രീയകാല ജീവിതത്തിൽ, എൻ്റെ അനുഭവത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി കഴിയും. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പൊ എനിക്ക് തോന്നുന്നത് നല്ല ടഫ് ഫൈറ്റ് ആണെന്നാ തോന്നുന്നു. പിന്നെ രണ്ടുപേരും തരൂർ 10 കൊല്ലം ഇരുന്നിട്ടുണ്ട്, 15 കൊല്ലം. പന്നിയൻ രവീന്ദ്രനും അദ്ദേഹവും പാർലമെന്റ് ഇപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് കൊടുത്ത് നോക്കാം. പന്നിയൻ രവീന്ദ്രനല്ല, മറ്റേ പേരെന്താ, രാജീവ് ചന്ദ്രശേഖരൻ. അതേ ഉള്ളൂ. സാധ്യതയുണ്ടോ? എന്താ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു എഡ്ജ് ഉണ്ടോ അവിടെ? അത് എനിക്കറിയില്ല, ഇലക്ഷൻ കഴിയുമ്പോഴേ അറിയാവൂ. പക്ഷേ മണ്ഡലത്തിലെ ഒരു പ്രചാരണങ്ങൾ എല്ലാം കൂടെ എല്ലാരും 3 പേരും ഭയങ്കര നല്ല പ്രചാരം ആയിരുന്നല്ലോ. ആരും പറയുന്നത് പന്നിനും ശശി തരൂരും ഈ മണ്ഡലത്തെ നേരത്തെ പ്രതിനിധീകരിച്ചവരാണ്. പുതിയ ഒരാൾ വരട്ടെ എന്നുള്ള ഈ പറയുന്നതിൽ 3 പാർട്ടിയിൽ ഏതൊരാൾ ജയിച്ചു വന്നാലും ജയിക്കുന്ന ആൾ നമ്മുടെ MP ആണ്. എന്നെങ്കിലും മുൻതൂക്കമായിട്ട് LDF-നാണ്. LDF പ്രവർത്തകനായിരുന്നു, ഇപ്പൊ നിർത്തിവെച്ചു സമാധാനപരമായി ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാനിപ്പം. എങ്കിലും പാർട്ടിയുടെ കൂറെന്ന് പറയുന്നത് LDF-ന് ഇവിടെ എഡ്ജുണ്ട് തന്നെയാണ്. ഏതൊക്കെ മേഖലയിലാക്കും LDF വോട്ടുകൾ കൂടുതൽ? എങ്ങനെയായാലും എനിക്ക് തോന്നുന്നു ഒരു 12 സീറ്റ് ധൈര്യമായിട്ട് കിട്ടുമെന്നൊരു ഉറപ്പുണ്ട് കേരളത്തിൽ. അതിനപ്പുറം പറയുന്നില്ല, 12 സീറ്റ് കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. കിട്ടട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, അത്രേ ഉള്ളൂ. കൂടുതൽ വിശദീകരിക്കാൻ BJP-യുടെ ഒരു സാധ്യത എങ്ങനെയാണ് ഇവിടെ? BJP-യുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ്, അദ്ദേഹം ഒന്നാമത് തിരുവനന്തപുരത്ത് പുതിയതാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് എങ്കിൽ തന്നെയും തിരുവനന്തപുരം വാസികൾക്ക് പൊതുവെ അദ്ദേഹം ഒരു പുതിയതായിട്ടുള്ള ഒരു അവതാരം, പുതിയതായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊന്നും ഒരു തരത്തിലും ആർക്കും അറിയാത്ത, പ്രത്യേക എല്ലാ സ്ഥലങ്ങളിലും പൊതുവെ എങ്ങനെയാണ് ടൗൺ ഒഴിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയമുണ്ട്. രാഷ്ട്രീയപരമായ വ്യത്യസ്ത നിലപാടുകൾ വലിയ തോതിൽ BJP-ക്കെതിരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സാധ്യത 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന തരത്തിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല. പ്രശാരായിരിക്കും തിരുവനന്തപുരത്ത്? നമുക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനൊക്കില്ല. എന്നാലും കോൺഗ്രസും BJP-യും നല്ല പോരാട്ടത്തിൽ നിൽക്കുകയാണ്. ഇതിൽ രണ്ടിൽ ആരെങ്കിലും ഒരാൾ വിൻ ചെയ്യും. ഇടതുപക്ഷത്തിന് സാധ്യതയില്ല. ഇടതുപക്ഷത്തിന് സാധ്യതയില്ല എന്നുള്ളതല്ല, പക്ഷേ മത്സരത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തന്നെയാണ്. ഇവർ രണ്ടുപേരും പിന്നെ ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ഇതിൽ ആർക്കായിരിക്കും ഒരു ഇഞ്ച് അധികം സാധ്യത? നമുക്ക് അങ്ങനെ പറയാനൊക്കില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ശശി തരൂരാണ് മുന്നോട്ട് നിന്നത്. ഇപ്രാവശ്യം
എങ്ങനെയാണെന്നുള്ളത് ശശി തരൂരിന് മണ്ഡലത്തിൽ ഒരു കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ വിദേശവുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യം ഓർക്കുന്ന ഒരു വ്യക്തിത്വം ശശി തരൂർ, അതാണ് ആ ഒരു രീതിയിലുണ്ട്. പിന്നെ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഏത് പാർട്ടി വന്നാലും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം. ഒരു ഏത് എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണണം. അവിടെ ഒരു സെപ്പറേഷൻ, ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് നാളെ ഇങ്ങനെ നമ്മുടെ നാടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിൽ നിന്നും ഒരു വ്യതിചലനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ആരായിരിക്കും ഇത്തവണ തിരുവനന്തപുരത്ത് പ്രശ്നാധിഷ്ഠിതമാണ് എങ്കിലും BJP ജയിക്കില്ല, അത് ഉറപ്പാണ്. BJP രണ്ടാം സ്ഥാനത്തേക്ക് വരുമോ അതോ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമോ? മൂന്നാം സ്ഥാനത്തായിരിക്കും പ്രാവശ്യം. എന്തുകൊണ്ടാണ്? അത് മലയാളികൾ അധികം അറിയുന്ന ആളല്ല, അതുകൊണ്ട് തന്നെ. ഓക്കെ, ഈ പന്ന്യനായാലും ശശി തരൂരായാലും പരിചയമുള്ള ആൾക്കാരാണ്, മുൻ MP-മാരാണ്. ഇടതുപക്ഷം അവിടെ പോയി എന്ത് ചെയ്യാനാണെന്നുള്ളൊരു, പാർലമെന്റിൽ പോയി എന്ത് ചെയ്യാനെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവർക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് ആർക്കും അറിയത്തില്ല. എന്തെങ്കിലും ഒരു ഫൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ കൊണ്ടേ അല്ലെങ്കിൽ UDF കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ളതാണ് പൊതുവെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സെൻസിൽ ശശി തരൂർ തന്നെ ആയിരിക്കും വരിക എന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ അന്നത്തെ ഉള്ള ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. മത്സരം അത്രയും ശക്തമാണെന്നുള്ളതാണ്. അത്രയും ശക്തമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഹൃദയഭൂമിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഇത്ര നേരം സഞ്ചരിച്ചത്. കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരം എങ്ങനെ ജനവിധി എഴുതും എന്ന് നമുക്ക് ഏറെക്കുറെ ഈ ആളുകളുടെ സംസാരങ്ങളിൽ നിന്ന് വ്യക്തമായി. എന്തായാലും ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കാസിമെ ഖാദർ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കാസിമെ, നമ്മളിപ്പോൾ അവസാന ലാപ്പിലേക്ക് അടുക്കുകയാണ്. ഇനിയിപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു അവസാന ചിത്രം? വളരെ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം വളരെ മണിക്കൂറുകൾക്ക് ശേഷം പോകാനിരിക്കുകയാണ്. ഈ ഇലക്ഷൻ പ്രഖ്യാപനം മുതൽ എല്ലാ പാർട്ടികളും, എല്ലാ മുന്നണികളും വളരെ പ്രതീക്ഷയോടെ തന്നെ നോക്കിക്കണ്ട ഒരു മണ്ഡലമാണ്. കാരണം കഴിഞ്ഞ 2 ടൈമിലും ഒരു ത്രികോണ മത്സരം നടക്കുകയും ഏറെക്കാലം ഇടതുപക്ഷം കൈവശം വെച്ചിരുന്നൊരു മണ്ഡലം, ആ മണ്ഡലത്തിൽ ഇടതുപക്ഷം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയത് നമ്മൾ കണ്ടതാണ്. വളരെ പ്രശസ്തമായ ഒരു മണ്ഡലമെന്ന രീതിയിൽ, വളരെ ശ്രദ്ധേയമായൊരു മണ്ഡലമെന്ന രീതിയിൽ. പക്ഷേ കഴിഞ്ഞ 2 ടൈമിലും ഇടതുപക്ഷത്തിന് ഇവിടെ കാര്യമായ ഒരു ചിലവുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ അവസരം കൃത്യമായി മുതലെടുത്ത് കോൺഗ്രസ് മുന്നേറുകയും ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു വീക്ക് BJP മുതലെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇത്തവണ ഇലക്ഷൻ പ്രചാരണം വളരെ നേരത്തെ ആരംഭിക്കുകയും കൊടും ചൂടിലും 40 ദിവസത്തോളം വരുന്ന പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ കഴിഞ്ഞ 2 ടൈമിനെ അപേക്ഷിച്ച് ത്രികോണ മത്സരം എന്നുള്ള ഒരു പ്രതീതി ഇല്ലാതെ തന്നെ പഴയ UDF LDF മത്സര രീതിയിലേക്ക് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് ആദ്യം കണ്ടത്. പിന്നീട് ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും അതിനുശേഷം ഒരു പ്രശസ്തനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ഒരു ത്രികോണ തലത്തിലേക്ക് ഉയർത്താൻ BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വളരെ വസ്തുതയാണ്. ഇത് LDFനെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഗുണകരമായ കാര്യമാണ്. കാരണം ഇലക്ഷൻ UDF LDF തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവർക്ക് ഏകദേശം ഒരു ഗുണകരമായ കാര്യമാണ്. പക്ഷേ ഇലക്ഷൻ പ്രചാരണം ഏകദേശം മുന്നേറി കഴിഞ്ഞപ്പോഴും ചില വിവാദങ്ങളും അല്ലെങ്കിൽ കുറച്ച് നല്ല പ്രചാരണങ്ങളൊക്കെ നടത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ അടിത്തട്ടിൽ, മണ്ഡലത്തിൻ്റെ അടിത്തട്ടിലേക്ക് BJPക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കിതുവരെയുള്ള ഒരു വിലയിരുത്തൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പം ഇന്നിപ്പം മണ്ഡലത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു, പല ഏരിയകളിലൂടെയും കടന്നുപോയി. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം, അപ്പം നമ്മളിപ്പം തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയും നഗര വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലം എന്നാണല്ലോ.
അതിനൊരു ചിത്രം തന്നെയാണ് നമുക്ക് കിട്ടുക. കാരണം നമ്മളൊരു 10 ആളെ അഭിപ്രായം തേടി സമീപിക്കുമ്പോൾ 1-2 ആളുകളൊക്കെ പ്രതികരിക്കാൻ തയ്യാറാവുന്നുള്ളൂ. പലരും രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ തയ്യാറല്ല. ചിലർക്ക് രാഷ്ട്രീയമെന്ന് കേൾക്കുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം പല ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, പല സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, മാത്രവുമല്ല തിരുവനന്തപുരത്ത് നല്ലൊരു വിഭാഗവും തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളുകൾക്കപ്പുറത്തേക്ക് പല ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് താമസമാക്കിയ ആളുകൾ എല്ലാം ഉള്ള ഒരു സമ്മിശ്രമായ സ്ഥലമാണല്ലോ. അതിൻ്റെ ശരിക്കൊരു പൾസ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ആളുകളോട് സംസാരിക്കുമ്പോൾ പോലും ഇപ്പോൾ കാസിം പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു ചിത്രമൊന്നും പലയിടത്തും നമുക്കങ്ങനെ കിട്ടുന്നില്ല. എന്തായാലും ശശി തരൂർ ഒരു 4ാം തവണയും മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷകൾ വലിയൊരു വിഭാഗം പങ്കുവെക്കുന്നുണ്ട്. ചില കോണുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ BJPയുടെ ഒരു സ്വാധീനം കാണുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന് വലിയ ഒരു എഡ്ജ് കിട്ടുന്ന, അതായത് ഇടതുപക്ഷം കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചിത്രങ്ങൾ മാറി വരുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇടതുപക്ഷവും UDFും എന്നൊരു തലത്തിലേക്ക് ഈ ഫൈറ്റ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പം ഇത്രയും ദിവസം പോയപ്പോൾ കണ്ടൊരു കാഴ്ച. എന്താണ് ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു മാറ്റം എങ്ങനെയാണ്? ഇപ്പം കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തിലേക്കുള്ള ഈ വരവ്, ഇപ്പം പന്ന്യൻ രവീന്ദ്രൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം അതിലൊരു ഘടകമായിട്ടുണ്ടാവില്ലേ? അതേക്കുറിച്ച് നിലവിലെ സാഹചര്യം നമുക്ക് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, കഴിഞ്ഞ 2 ടേമിലും പിന്നിലായി പോയ ഇടതുപക്ഷത്തിന് അതിൻ്റേതായ കാരണമുണ്ടായിരുന്നു. കാരണം വിശ്വപൗരൻ എന്ന ലേബലോടുകൂടി നഗരത്തിൽ അവതരിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കപ്പെട്ട ശശി തരൂരിൻ്റെ പ്രഭാവം മറികടക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 2 തവണയും പരാജയത്തിന് പ്രധാന കാരണം. മറ്റൊരു കാരണം, കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് ഇവിടെ BJPക്ക് ഉണ്ടായ ഒരു വളർച്ച, കോർപ്പറേഷനിൽ ഉൾപ്പെടെ BJPക്ക് ഉണ്ടായ ഒരു വളർച്ചയും ഒരു വലിയ സ്വാധീന ഘടകമാണ്. പക്ഷേ ഇത്തവണ നമ്മൾ ആ കാര്യം പരിശോധിക്കുമ്പം പ്രധാനമായും നമുക്ക് 2-3 പോയിന്റുകളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന BJPയുടെ കുമ്മനം രാജശേഖരനെയും അതിനു മുമ്പുണ്ടായിരുന്ന O രാജഗോപാലിനെയും അപേക്ഷിച്ച് BJPക്കിടയിൽ അല്ലെങ്കിൽ സംഘ് പരിവാറിൻ്റെ അത്ര ഒരു പ്രശസ്തനായ സ്ഥാനാർത്ഥിയല്ല ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥി. അപ്പം അത് പരിഗണിക്കുമ്പോൾ അവർക്ക് 2 പേർക്കും കിട്ടിയ ഒരു മെജോറിറ്റി വോട്ടിംഗ് സാധ്യതയില്ല. രണ്ടാമതൊരു കാര്യം, ഇയാൾ ഒരു ഹൈടെക് സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ ദേശീയ നേതൃത്വം കെട്ടി ഇറക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളൊരു അതൃപ്തി. അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പാർട്ടിയെ പരിഗണിക്കാതെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് കൂടി ഇയാൾക്കുണ്ട്. അതായത് പാർട്ടിക്കകത്ത് തന്നെ വന്നിട്ടുണ്ട്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഇത്തവണ സംസ്ഥാന ഘടകത്തെ അത്ര അംഗീകരിക്കാതെ, അല്ലെങ്കിൽ അവരെ പരിഗണിക്കാതെ നേരിട്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം ആണ് ഇത്തവണ ഒരു അവസ്ഥയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം. കാരണം തിരുവനന്തപുരത്ത് RSSനും അല്ലെങ്കിൽ സംഘ് പരിവാറിൻ്റെ അടിസ്ഥാന വോട്ടുകൾ ഈ നിലയിൽ ഇയാൾക്ക് എതിരാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഒരു സംഘി ആയിട്ട്, അല്ലെങ്കിൽ ഒരു സംഘ് പരിവാറിൻ്റെ ഒരാളായിട്ട് ഇയാളെ കാണാൻ ഇവിടുത്തെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ BJPയുടെ കാര്യം പരിശോധിക്കുമ്പോൾ RSSന് ഒരു മേൽക്കൈയുള്ള മേൽക്കൈയാണ് കഴിഞ്ഞ 2 തവണയും കുമ്മനം രാജശേഖരനും അപ്പൊ ആ നിലയിൽ ഒരു സംഘ് പരിവാർ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്ന നിലക്ക് നേടാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പോൾ അയാൾ ഇപ്പോഴും ഒരു പണക്കാരൻ, അല്ലെങ്കിൽ ഒരു ഹൈടെക് ഒരു വ്യവസായി എന്ന നിലക്ക് മാത്രമാണ് അടിസ്ഥാന ഘടകത്തിൽ വോട്ട് പരിഗണിക്കുന്നത്, ആളുകൾ പരിഗണിക്കുന്നത്. പിന്നെ മാത്രമല്ല, നഗര കേന്ദ്രീകൃത മണ്ഡലമാണ് എന്നെങ്കിൽ പോലും 2-3 മണ്ഡലങ്ങൾ, നെയ്യാറ്റിൻകര അതേപോലെ ഉൾപ്പെടെയുള്ള പാറശാല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇപ്പോഴും ഗ്രാമീണ സ്വഭാവം തന്നെയുണ്ട്. അപ്പോൾ ആ മണ്ഡലങ്ങൾക്കൊന്നും വേണ്ട വിധം എത്തിപ്പെടാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഗുണം സ്വാഭാവികമായിട്ടും ലഭിക്കേണ്ടത് ഇടതുപക്ഷത്തിനാണ്. പിന്നെ കഴിഞ്ഞ 3 തവണയായി ഇവിടെ മണ്ഡലത്തിൽ നിൽക്കുന്ന ശശി തരൂർ നിൽക്കുമ്പോൾ പൊതുവെ ഒരു BJP എതിർക്കാനുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സാമുദായിക വോട്ടുകളൊക്കെ വളരെ ഈസി ആയിട്ട് അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങൾ, കഴിഞ്ഞ 3 ടേമിലും. അപ്പോൾ കഴിഞ്ഞ 3 ടേം 15 വർഷം ഇവിടെ ഒരു MP ആയിരുന്നിട്ടും ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് തിരുവനന്തപുരം കൊണ്ടുപോകാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സാധനം ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നത് ദേശീയ തലത്തിലെ സ്ഥാപനങ്ങൾ, അപ്പോൾ ഐസർ ഉൾപ്പെടെ നേരത്തെ
ഈ പന്ന്യൻ രവീന്ദ്രൻ MP ആകുമ്പോൾ കൊണ്ടുവന്നിരുന്ന സാധനങ്ങളാണ്. അതിൽ നിന്ന് മാറി ഒരു പുതിയൊരു വികസനത്തിനൊരു സാധനം കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജനങ്ങളെ സംസാരത്തിൽ നിന്നും ഒത്തിരി ഹൈമാസ് ലൈറ്റുകളൊക്കെ ഉൾപ്പെടെയുള്ള അങ്ങനെ ചെറിയ വികസനങ്ങളില്ലാതെ പിന്നെ ജനങ്ങൾക്ക് ഒരു അപ്രാപ്യനായ ഒരു നേതാവാണെന്നുള്ള ഒരു ടോക്കും ഇതിനകത്ത് അത് വലിയ തോതിൽ ഇപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോഴും കിട്ടി. കാരണം ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ആയാൽ പോലും ശശി തരൂർ ആയാൽ പോലും ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത ഒരു നേതാവ് എന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പന്ന്യൻ രവീന്ദ്രൻ എല്ലായ്പ്പോഴും ഈ അങ്ങാടിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഇവർ 3 പേരും തിരുവനന്തപുരത്തുകാരല്ലെങ്കിൽ പോലും പന്ന്യന് കുറച്ചുകൂടി ജനകീയ ആക്സസ് ഉള്ളതായിട്ട് നമുക്കും ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ BJPയുടെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾ രണ്ടും അപ്പർ ക്ലാസ് ആളുകളാണ്. അവർ നല്ല തിരക്കുള്ള ആളുകളാണ്, പ്രശസ്തരാണ്. അതാണ് ഒരു കാരണം. ശശി തരൂരിന് നിലവിൽ തിരുവനന്തപുരത്ത് വീടുണ്ട്, ഓഫീസുണ്ടെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമേ അദ്ദേഹം അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസും അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രാപ്യമായ രീതിയിലല്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഈ ആക്ഷേപം നിലനിന്ന മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. ആ ഒരു പ്രതികരണമാണ് സമ്പത്തിന് കഴിഞ്ഞ വർഷം തിരിച്ചടിയായത്. അതേ ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിനെ ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകളാണ് 2 തവണയും ശശി തരൂരിന് മേൽക്കൈ നേടിക്കൊടുത്തത്. അപ്പോൾ ഇത്തവണ ആ ഒരു നേട്ടം ന്യൂനപക്ഷ വോട്ടുകൾ വേർതിരിക്കാൻ വേണ്ടി BJP പല ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇവിടുത്തെ സഭാ തലവനായിരുന്ന റസാലത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ ക്രൈസ്തവ വോട്ടുകളാണല്ലോ ഇവിടെ. ഏകദേശം ഒരു 14% ക്രൈസ്തവ വോട്ടുകൾ, മുസ്ലിം കുറച്ച് മുസ്ലിം വോട്ടുകളുണ്ട്. ഇതിന്റെ ഒരു കോർഡിനേഷൻ നടന്നു കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 2 തവണയും ശശി തരൂരിന് നേട്ടം ഉണ്ടായത്. പക്ഷെ ഇത്തവണ ദേശീയ തലത്തിലുള്ള പരിഗണന നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഈ BJPയുടെ സ്ഥാനാർത്ഥിയുടെ ഒരു ഇടിവ് ഈ ശശി തരൂരിനുള്ള ഒരു 3 ടേമായിട്ടുള്ള ഒരു മടുപ്പ്, ഇത് രണ്ടും ഗുണം ചെയ്താൽ ഒരു എഡ്ജ് കൂടാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം CPIക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് പന്ന്യൻ രവീന്ദ്രനേക്കാൾ ഒരു മികച്ച സ്ഥാനാർത്ഥി ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 തവണയും ഈ ഇടതുപക്ഷം വളരെ പിറകോട്ട് പോയതിൻ്റെ പ്രധാന ഒരു കാരണം സ്ഥാനാർത്ഥികളുടെ മികവാണ്. ഒട്ടും ആളുകൾ ഇഷ്ടപ്പെടാത്ത സ്ഥാനാർത്ഥികളുടെ ഒരു സാന്നിധ്യം കൂടിയാണ് അവരെ പിന്നോട്ടടിപ്പിച്ചതിൽ പ്രധാന കാരണം. എന്താണ് നമ്മളിപ്പം സ്റ്റേറ്റ് ലെവലിൽ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണല്ലോ. എങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു മത്സരങ്ങളെ കാസിം എങ്ങനെയാണ് കാണുന്നത്? സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ കാണുമ്പം നിയമസഭയിലും ഉണ്ടായ ഒരു ലീഡ് CPMനും ഒരു വൻ മെജോറിറ്റി ഉണ്ടായി. അപ്പോൾ സാധാരണ കേരളത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും 2 ട്രെൻഡാണ്. ഇപ്പം ഏകദേശം ഏത് മണ്ഡലം എടുത്താലും നമ്മൾ വടകര എടുത്താൽ വടകരയിൽ ഏകദേശം 5 മണ്ഡലങ്ങളും കൈകാര്യം ചെയ്തത് CPM ആണ്, ഇടതുപക്ഷമാണ്. 5-6 മണ്ഡലങ്ങൾ. കോഴിക്കോട്ടേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ലോക്സഭയിലേക്ക് വരുമ്പോൾ നേരെ ട്രെൻഡ് ഓപ്പോസിറ്റാണ്. ഇവിടെ എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് 7 മണ്ഡലങ്ങൾ 6 മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. പക്ഷെ വേറെ ഒന്നും കേട്ടോ, നമ്മൾ ഈ കഴിഞ്ഞ 2019 ട്രെൻഡ് വെച്ചിട്ട് ഇന്നത്തെ ട്രെൻഡിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. 2019 ഒരു അഭൂതപൂർവമായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നുള്ള ഒരു എഫക്റ്റിന്റെ പുറത്ത് ശബരിമല എഫക്ട്, അതുപോലെ രാഹുൽ കേരളത്തിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നു. ഇതൊരു പുതുമയില്ലാത്ത കാര്യമാണ്. ഇത്തവണ ആ 2 എഫക്റ്റുകളും അല്ലെങ്കിൽ ഒരു പുതിയ എഫക്റ്റും ഒന്നും പുതിയതായിട്ട് തരംഗം ഇല്ല എന്നുള്ളത് LDFനെ സംബന്ധിച്ച് ഒരു ആശ്വാസമാണ്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഒരു ദേശീയ മുന്നണി, ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടണം. അത് കിട്ടും സ്വാഭാവികമായിട്ടും. എന്നാൽ പോലും കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഒന്നടങ്കം വാരിക്കൂട്ടുന്ന സാഹചര്യം ഉണ്ടാവാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ മണ്ഡലത്തിലും നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ CPM ഒക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു 5 മുതൽ 7 വരെ സീറ്റ് ഏകദേശം ഉള്ളത്. പിന്നെ സർവേകൾ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ എങ്ങനെ വന്നാലും കഴിഞ്ഞ 2-3 ടൈമിലൊക്കെ സർവേ ഫ്ലോപ്പായി പോകുന്ന അവസ്ഥ നമ്മൾ കഴിഞ്ഞ സർവേകൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഒന്നുമില്ല. പക്ഷേ ഏകദേശം ഒരു മൂഡ് സെറ്റർ എന്താണെന്ന് നമുക്കൊരു ചെറിയ ധാരണ മാത്രമേ ഉള്ളത്. അപ്പോൾ ഇത്തവണ വലിയ തരംഗങ്ങൾ അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിക്കുള്ള സാധ്യതകൾ ഒന്നുമില്ലാത്തത് കൊണ്ട് പിന്നെ നിലവിലുള്ള ആളുകളുടെ ഒരു കഴിഞ്ഞ തവണ കണ്ടതിൻ്റെ ഒരു ഏകദേശം ഒരു ധാരണ ഇപ്പോൾ അവർക്ക് കാണും. അപ്പോൾ അതുകൊണ്ട് വലിയ പരിക്കുകളില്ലാതെ LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു അവസ്ഥയാണുള്ളത്.
BJP എവിടെ അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അവർ 5 മണ്ഡലങ്ങൾ കാണുന്നതിന് പോലും ഒരു 2-3 മാത്രമാണ് ത്രികോണ മത്സരം നടക്കുന്നത്. ഈ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയും അവിടുത്തെ ജനാധിപത്യ മതവിശ്വാസികൾ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുന്ന മണ്ഡലങ്ങളാണ് എന്നുള്ളത് BJPക്ക് തിരിച്ചടിയുള്ള കാര്യം. തൃശ്ശൂരാണെങ്കിലും ഈ ത്രികോണ മത്സരങ്ങളിൽ നടക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് തൃശ്ശൂർ, ഒന്ന് തിരുവനന്തപുരം തന്നെയാണ്, മറ്റൊന്ന് ആറ്റിങ്ങലാണ്. ഈ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ പരിശോധിച്ചാലും തൃശ്ശൂരിന്റെ കാര്യത്തിൽ പരിശോധിച്ചാലും BJPയുടെ ഗ്രൂപ്പിസം വലിയ തോതിൽ ഈ 2 സ്ഥാനാർത്ഥികൾക്കും തിരിച്ചടിയാവുന്ന സ്ഥിതി ഉണ്ടാകും. ഇപ്പോൾ തൃശ്ശൂരിന്റെ കാര്യം എടുക്കുമ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് സുരേന്ദ്രന്റെ നേതൃത്വത്തിന് പോലും സുരേഷ് ഗോപിയെ എത്രത്തോളം ആക്സസ് ചെയ്യാൻ പറ്റും നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിസം അവിടെ വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അങ്ങനെ ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള സാധനങ്ങൾക്ക് BJP നല്ല പണം ഇറക്കിയിട്ടുള്ള പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ സാങ്കേതികവിദ്യ വളരെ കൂട്ടുപിടിച്ച് പ്രചാരണം നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും വോട്ടായി മാറുന്നു എന്ന ഒരു പ്രതീതി ഇതുവരെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പതിവ് പോലെ ഇത്തവണയും അവരുടെ പ്രതീക്ഷകളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ളൊരവസ്ഥയാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ മറ്റു നേതാക്കളൊക്കെ പറയുന്നത് പ്രതീക്ഷ അഥവാ ത്രികോണ മത്സരം നടക്കുന്നത് LDFന് ഗുണം ചെയ്യുന്നുള്ള ഒരു സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴത്തെ അവസാന സമയമാകുമ്പോൾ ചില സാധനങ്ങൾ വരാനുണ്ട്. സാധാരണ എല്ലാ ഇലക്ഷനും ട്രെൻഡ് മാറ്റിമറിക്കുന്ന ട്രെൻഡ് സെറ്റ് ചെയ്ത് അങ്ങനെ വരാനുള്ള ട്രെൻഡുകളെ നമ്മൾ മാറ്റി നിർത്തിയാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഏകദേശം ഒരു UDFനും LDFനും വളരെ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. BJPയുടെ പ്രതീക്ഷകൾക്ക് അത്ര വലിയ ഒരു കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം നമ്മളെ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ വിശേഷം. തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സരങ്ങളുടെ സ്ഥിതി അതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വരും ദിവസങ്ങളിൽ കാസിം പറഞ്ഞതുപോലെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ കേരളത്തിൽ ഒരു പക്ഷേ BJPയുടെ അക്കൗണ്ട് തുറക്കുക എന്ന സ്വപ്നങ്ങൾ നടപ്പാക്കാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നല്ല മത്സരങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും ആ ഒരു മൂഡ് തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൽ പോയപ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തിൽ പോയപ്പോഴും നമുക്ക് കിട്ടിയത്. എന്തായാലും നമ്മൾ യാത്ര തുടരുക തന്നെയാണ്. വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ കാണാം. waytonikah.com, the exclusive Muslim matrimonial site.